ചരിത്രാതീത കാലം മുതൽ മനുഷ്യവാസമുള്ള നാട്. വീരപഴശ്ശിയുടെ പോരാട്ടഗാഥകളിൽ ഇതിഹാസം കുറിച്ച മലനാട്. എടക്കൽ ഗുഹകളിലെ നിയോളിതിക് ലിപികളിൽ കോറിയെടുത്ത ചരിത്രത്തിൻ്റെ കനമുള്ള ഏടുകളിൽ പലതും നമ്മുടെ പുസ്തകാലേഖനങ്ങളിലോ ലിഖിത ചരിത്രത്തിൻ്റെ ജാലക ചില്ലുകളിലോ തെളിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് തന്നെ മനം മയക്കുന്ന മനോഹാരിത കൊണ്ട് മാടി വിളിക്കുമ്പോഴും നിഗൂഢത വഴിമാറാത്ത ഗുഹയിടങ്ങളുടെ അത്ഭുതജനകമായ കഥപെയ്ത്തുകളുടെ നാടാണിത്. സ്വാഗതം അതിജീവനത്തിൻ്റെ ചൂരൽമല. പച്ചപ്പട്ടിൻ്റെ പരവതാനി പോലെ ഗഹനചാരുതയോട് തൊട്ടുരുമി നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ. തേയില ഇലകൾ നുള്ളിയെടുത്ത് ജീവിത പ്രതീക്ഷകളിലേക്ക് മലകയറുന്ന മനുഷ്യർ. മലഞ്ചെരുവുകളിൽ പുലരുന്ന ജീവിതങ്ങൾ. കാർഷിക ജീവിതത്തിൻ്റെ ഉദയാസ്തമയ ദൈർഘ്യത്തിൽ ഉയർപ്പ് പൊടിഞ്ഞുരവും കൊള്ളുന്ന വാഴത്തോട്ടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും, മലയോര തടങ്ങളിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, വനജീവിതത്തിൻ്റെ ആഴങ്ങൾ പുലരുന്ന കാനനദേശങ്ങൾ, കാട്ടാറുകൾ, കാട്ടുചോലകൾ, കോടമഞ്ഞ് മേഘങ്ങൾ പോലെ പടർന്ന് കണ്ണ് മൂടിക്കെട്ടി കുളിരു പടർത്തുന്ന മലനാട്. സഞ്ചാരികളെ ഭൂമിയിലെ സ്വർഗം കാട്ടി അനുഭൂതിയുടെ ചിറകുകൾ നൽകുന്ന വയനാട്. ഇവിടെ ഒന്ന് വരാൻ കുതിക്കാത്തവരുണ്ടോ? ഒരു ദിവസമെങ്കിലും താമസിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? ഈ മണ്ണിനെ ജീവനെ പോലെ സ്നേഹിച്ചവരാ എൻ്റെ മക്കൾ. ഈ പ്രകൃതിയെ
ഹൃദയത്തോട് ചേർത്തവരാ എൻ്റെ മക്കൾ. ഈ നാടിൻ്റെ ഭംഗിയെ ആസ്വദിച്ച് മതിവരാത്തവരാ എൻ്റെ മക്കൾ. എൻ്റെ നാടിനേക്കാൾ ഞാൻ ജീവിച്ച നാട്, എൻ്റെ കുട്ടികൾ, എപ്പോഴും സ്നേഹം തന്ന പ്രിയപ്പെട്ടവർ പലരും ഈ മണ്ണിനടിയിൽ, ഈ ചെളിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിച്ചു തറിയുമ്പോൾ വെറും ദേഹങ്ങളായി, കഷ്ണങ്ങളായി ചിതറി ഈ മണ്ണിലുണ്ടെന്നറിയുമ്പോൾ, ഈ പുഴയിൽ ഒഴുകിപ്പോയെന്നറിയുമ്പോൾ സംഘപടയുന്ന എൻ്റെ മുളപടി കുത്തിക്കയറി വന്നത് പ്രതീക്ഷകളായിരുന്നു. ഉറ്റവരെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ. പക്ഷേ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തിയ മകൾ, മുത്തശ്ശാ വിളിച്ചോടി വരുന്ന പേരക്കുട്ടി ഒറ്റ രാത്രി കൊണ്ട് വിളിച്ചാ വിളി കേൾക്കാത്ത ദൂരത്തേക്ക് മറഞ്ഞു പോയത് ആലോചിക്കാൻ പറ്റാതെ മരവിച്ചു പോയൊരു വൃദ്ധൻ. മകളുള്ളപ്പോ അച്ഛനും പേരക്കുട്ടിയുള്ളപ്പോ മുത്തശ്ശനുമായിരുന്ന ഒരാൾ ഇന്ന് വെറും വൃദ്ധൻ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. ഞങ്ങളെല്ലാം ചെളിയിൽ പുതങ്ങി കിടക്കുക. മക്കളൊക്കെ മുങ്ങിപ്പോയി ശ്വാസം കിട്ടാതെ പിടയ. ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ. ആരെങ്കിലും വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. എന്റെ മക്കളെ രക്ഷിക്കണേ. അയ്യോ. എന്റെ മക്കളെ. നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഒരു വീട്ടിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മണ്ണിൽ പുതഞ്ഞ നിലയിലായിരുന്നു ഈ മൃതദേഹം എന്നാണ് ഒരു പ്രദേശവാസി പറഞ്ഞത്. എത്ര പേർ ഈ പ്രദേശങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. അതിനിടയിൽ വീണ്ടും പ്രദേശത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്.
പകുതി മാഞ്ഞൊരു മോഹം അതിൽ കരളലിഞ്ഞവരെ ചിമിഴിലമരും ജീവിതങ്ങൾ ചിതയിലെരിയുന്നു. മൊഴികൾ പോലും മൗനമാകും നടനരൂപങ്ങൾ. പുലരുമെങ്കിൽ പൂവിടാമോ നന്മയുള്ളൊരു കാലമേ, കനിയുമെങ്കിൽ ഏകിടാമോ